ഹായ്, ഞാൻ ഡോക്ടർ ഷെരീഫ്. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇലവിയ പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, ആനച്ചാടിക്കുത്ത് ഈ 3 സ്ഥലങ്ങളും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമ്മൾ കവർ ചെയ്തു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇലവിഴ പൂഞ്ചിറയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടോളി. രാവിലെ 6 മണിക്കുള്ള വ്യൂ ആണ്. ഹായ്, കണ്ടില്ലേ? ഇലവിഴ പൂഞ്ചിറയിൽ വന്നപ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. സംഭവം സൂപ്പറാണ്. രാവിലെ 6 മണിക്കുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല ബുദ്ധിമുട്ടാണ് നടക്കാൻ കേട്ടോ. നല്ല ബുദ്ധിമുട്ടാണ്. വണ്ടി നിർത്തിയിട്ട് 1.5 കിലോമീറ്റർ നമ്മൾ ഇതേപോലെ നടക്കണം. പിന്നെ 4 വീൽ ഡ്രൈവ് ജീപ്പ് ഒരു കിലോമീറ്റർ വരെ വരും. എന്നാലും നല്ല ബുദ്ധിമുട്ടാണ്. ഊരൊക്കെ കംപ്ലൈൻ്റ് ഉള്ള ആളുകൾക്കൊന്നും, അതിൽ നടുവേദനയുള്ള ആളുകൾക്കൊന്നും ഒന്നും നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. മഞ്ഞ് പുതച്ച് കിടക്കുന്നത് കാണാം. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇലവിഴ പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ലും കാണാന്നുള്ളത്. സൂപ്പറല്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? നമ്മളെ ഇലവിഴ പൂഞ്ചിറയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സൂര്യാസ്തമയം അതേപോലെ സൂര്യോദയം ഇത് രണ്ടും നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ തന്നെ കാണാമെന്നാണ്. രാവിലെ സൂര്യോദയം കാണുന്ന അതേ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് വൈകുന്നേരം സൂര്യാസ്തമയം കാണാമെന്നുള്ളതാണ്. നമ്മളേതായാലും ഇന്ന് സൂര്യോദയം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മളെല്ലാ വീഡിയോയിലും കാണുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇതാണ് വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡ് ഇതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ സൂര്യോദയം കാണാൻ പോകുന്നത്. സൂര്യൻ പൊങ്ങുന്നതിന് മുന്നുള്ള വ്യൂ ആണ് കേട്ടത്. നമ്മളടിയിൽ കാണുന്നത് പെരിയാർ തടാകം തോന്നുന്നു. ഏതോ ഒരു പുഴ ഒഴുകി പോകണം നമുക്ക് കാണാം. ഒരു സൂര്യൻ പൊങ്ങുന്നതിനനുസരിച്ച് കോടൻ്റെ കളർ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. സൺറൈസ് കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് നമുക്ക് കാണാം കേട്ടോ. വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണ് ആൾ ഇത്രയും കുറവ്. ഈ കാണുന്നത് പഴയ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനാണ്. अगर कहूँ ഇലവിയ പൂഞ്ചിറയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഏറ്റവും എൻഡ് പോയിൻ്റ് എന്നുള്ള വീഡിയോ ആണിത്. സൂപ്പർ വീഡിയോ ആണ്. കണ്ടില്ലേ? എല്ലാ ഭാഗവും
നമുക്ക് നല്ല രീതിയിൽ കാണാം കേട്ടോ. സൂര്യ ഉച്ചിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആ കാണുന്നത്. നല്ല തടാകത്തിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാം. സൂപ്പറാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. നമ്മൾ ഇല്ലിക്കൽ കല്ല് കയറാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ യാത്ര എന്നുള്ളത് നടക്കണം. ടിക്കറ്റ് പോയിൻ്റ് ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ യാത്ര ചെയ്യാം. നടന്നു പോകുന്ന ആൾക്ക് നടന്നു പോവാം, ഇല്ലാത്ത ആളുകൾക്ക് ജീപ്പിന് പോവാം. രണ്ടിനും സൗകര്യമുണ്ട്. നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മഞ്ഞും ചെറിയ തുള്ളിയിട്ടുന്ന മഴയൊക്കെയുള്ള കാലാവസ്ഥയാണ്. നമുക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. നമ്മളത് ഇപ്പോൾ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഓക്കെ. ഇല്ലിക്കൽ കല്ല് ടൂറിസം ഡെസ്റ്റിനേഷൻ്റെ ടിക്കറ്റ് പോയിൻ്റാണ് കേട്ടോ. പിന്നെ രാവിലെ 6 മണി മുതൽ 9 മണി വരെയാണ്. 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുത്ത് 4 വീൽ ജീപ്പിൽ പോകേണ്ടവർക്ക് ജീപ്പിൽ പോകാം, അല്ലെങ്കിൽ നടന്നു പോകേണ്ടവർക്ക് ഞങ്ങൾ നടന്നു പോകാം. പക്ഷെ നടന്നു പോകുന്നതാണ് വൈബ് കേട്ടോ. പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, പകുതി ദൂരം നമ്മൾ കവർ ചെയ്തപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ. ഇല്ലിക്കൽ കല്ല്. ഇനി മുകളിൽ കാണുന്ന മല കയറിയിട്ട് വേണം അപ്പുറത്തെത്താൻ. അവിടെയാണ് മെയിൻ വ്യൂ പോയിൻ്റ് ഉള്ളത്. സംഭവം സൂപ്പറാണ് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് നിർബന്ധമായിട്ട് ഇവിടെ കയറണം. ഇത് ഇളക്കിക്കളഞ്ഞില്ല. ഇതൊരു നിനക്കിത് നോവുന്നില്ലേ? നോവുന്നില്ലായിരുന്നു. ഇല്ലിക്കൽ കല്ലിൻ്റെ എൻഡ് പോയിന്റിലുള്ള വ്യൂ പോയിൻ്റ് എന്നുള്ള വ്യൂ ആണ്. സൂപ്പർ വ്യൂ ആണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ? എന്ത് ഭംഗിയുണ്ട്. ഒരിക്കലെങ്കിലും ഇത് കയറി വരണം കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ സൂപ്പറാണ്. ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഉണ്ടായിട്ട് നമ്മളെ നാട്ടിലുണ്ടായിട്ട് നമ്മൾ ആസ്വദിക്കാതെ മരിച്ചു പോകാനേ നമ്മൾ പാടില്ല കേട്ടോ. ആനച്ചാടിക്കുത്തിലേക്ക് സ്വാഗതം കേട്ടോ. സൗണ്ട് കേൾക്കുന്നില്ല എല്ലാവരും? വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടാണ്. നമ്മൾ വെള്ളച്ചാട്ടത്തേക്ക് പോവാണ്. ഇതാണ് ആനച്ചാടിക്കുത്ത് കേട്ടോ. വെള്ളച്ചാട്ടം എല്ലാവരും കണ്ടല്ലോ. ഇതൊരു സൂപ്പർ കുളിയാണ് നമ്മളത്തെ ലക്ഷ്യം. നമ്മൾ കുളിക്കാൻ പോവാണ് കേട്ടോ. എല്ലാവരും കണ്ടോളൂ. സൂപ്പറല്ലേ? ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒഴിക്കുന്ന അത്രയും തണുപ്പാണ് വെള്ളത്തിന് കേട്ടോ. അത്രയും തണുപ്പുണ്ട്. സംഭവം സൂപ്പറല്ലേ? സൂപ്പറാണ് കേട്ടോ. മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്.